GLPS പയ്യനടം സ്കൂൾ റേഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. ഏവർക്കും കഥാമൃതത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് സ്നേഹസമ്പൂർണമായ സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ? ഈ അടിച്ചുപൊളിയോടൊപ്പം അറിവ് സമ്പാദിക്കാനും സമയം കണ്ടെത്തണേ. പുതുമയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് നീങ്ങണേ. അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുക നല്ല നല്ല പുസ്തകങ്ങൾക്കാണ്. പുസ്തകങ്ങൾ ധാരാളം വായിക്കുമ്പോൾ ചിന്തകളിൽ മാറ്റമുണ്ടാകും. എങ്കിൽ നമുക്ക് 4-ാം ദിവസത്തെ കഥയിലേക്ക് കടന്നാലോ? കഥയുടെ പേര് സ്വയം ശക്തരാവുക. കൂട്ടുകാരെ, തയ്യാറല്ലേ? ആ ദിവസവും മാഷ് ക്ലാസ്സിലെത്തി. മാഷിൻ്റെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. ഓരോ ദിവസവും പുതുമയാർന്ന രസകരമായ പ്രവർത്തനങ്ങളുമായാണ് മാഷ് ക്ലാസ്സിലെത്താറുള്ളത്. മാഷിനെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. അവർ പരസ്പരം ചോദിക്കുന്നു, ഇന്ന് എന്തുമായിട്ടായിരിക്കും മാഷ് വന്നിട്ടുണ്ടാവുക? ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളങ്ങനെ പറയാൻ തുടങ്ങി. മാഷ് ക്ലാസ്സിലേക്ക് കടന്നു വന്നു. എല്ലാവരും മാഷിന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. മാഷ് അവർക്ക് തിരിച്ചു. കുട്ടികളെ, എല്ലാവരും സന്തോഷന്മാരല്ലേ? നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ലാസ്സിലൂടെ ചെയ്തിട്ടുണ്ടല്ലേ? അതെല്ലാം നിങ്ങൾ ആസ്വദിച്ചോ? കുട്ടികളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അതെ സർ, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. മാഷിൻ്റെ ക്ലാസ് അത്രയേറെ രസകരമാണ്. എങ്കിൽ നമുക്ക് ഇന്ന് ഒരു പ്രത്യേക പ്രവർത്തനത്തിലേക്ക് കടന്നുപോയാലോ? ആയിക്കോട്ടെ. കൂട്ടുകാർ എല്ലാവരും ജാഗരൂകരായി. മാഷ് ഒരു കടലാസ് പൊതിയഴിച്ചു. അതിനകത്ത് 2 ബോട്ടിലുകളുണ്ടായിരുന്നു. ആ ബോട്ടിലുകൾ തുറന്ന് അദ്ദേഹം അതിനകത്തുള്ള സാധനം പുറത്തെടുത്തു. കൂട്ടുകാർ ചോദിച്ചു, ഇതെന്താണ് സാർ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പലരും ശ്രദ്ധിക്കാതെ കടന്നുപോയിട്ടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഓരോരുത്തർക്കും അടുത്ത് കൊണ്ടുപോയി താൻ കൊണ്ടുവന്ന സാധനങ്ങൾ 2ഉം കാണിച്ചു. എന്താണിത് സാർ? ഇതാണ് പ്യൂപ്പ. എന്താണ് പ്യൂപ്പയെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ? പൂമ്പാറ്റയുടെ ജീവിതചക്രത്തിലെ ഒരു ഘട്ടമാണ് പ്യൂപ്പ. അതായത് പൂമ്പാറ്റ എന്തു ചെയ്യും? ഇലകൾക്കടിയിൽ മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് കാറ്റർപില്ലേഴ്സ്, ശലഭങ്ങളുടെ പുഴുക്കൾ പുറത്തു വരും. അവ തീറ്റക്കുതിയന്മാരാണ്. കണ്ണിൽ കണ്ടതൊക്കെയും ചെടികളുടെ തണ്ടും ഇലയും ഒക്കെ തിന്നു തീർക്കും. അങ്ങനെ ആ തീറ്റക്കുതിയന്മാർ സ്വയം ഉണ്ടാക്കിയ ഒരു കൂട്ടിനകത്തേക്ക് ഉറങ്ങാൻ പോകുന്നു. ഈ കൂടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് പൂമ്പാറ്റ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പുഴുവിന് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ കൂടിന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലേ? നോക്കൂ, ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പൊട്ടാൻ തുടങ്ങിയ ഒരു പ്യൂപ്പ പുറത്തേക്ക് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 2ാമത്തേനും സംഭവിക്കുന്നുണ്ട്. അതങ്ങനെ പതുക്കെ പൊട്ടി. അത് നോക്കൂ, അതൊരു ജീവിയുടെ കൊമ്പും തുമ്പിയുമൊക്കെ പുറത്തേക്ക് വരുന്നു അല്ലേ? അതുപോലെ തന്നെ 2ാമത്തേലും സംഭവിക്കുന്നു. കൂട്ടുകാരങ്ങനെ നോക്കി നിന്നു. മാഷ് പറഞ്ഞു, എത്ര ബുദ്ധിമുട്ടാണല്ലേ? അതിങ്ങനെ ചിറകട്ടടിക്കുന്നു. ആകെ വളരെ വിഷമിച്ചാണ് ആ കൂട് പൊളിക്കാൻ ബുദ്ധിമുട്ടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഒരു കൂടിത ഞാൻ പൊളിച്ചു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ് അദ്ദേഹം ഒരു കൂട് പൊളിച്ചു കൊടുത്തു. ആ കൂട്ടിനുള്ളിൽ നിന്നും ഒരു പൂമ്പാറ്റ പുറത്തേക്ക് വന്നു. എന്ത് സംഭവിച്ചു? ആ പൂമ്പാറ്റ ഒന്ന് ചെറുതായി അനങ്ങി, ചിറകുകൾ ഒന്ന് ചെറുതായി അനക്കി, അനങ്ങാൻ കഴിയാതെ അവിടെ തന്നെ അത് വീണു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, മാഷ് നമുക്ക് 2ാമത്തേനും സഹായിച്ചാലോ? അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമുക്ക് കാത്തിരിക്കാം. ആ കൂടത പതുക്കെ പൊട്ടുകയാണ്. ചിറകിട്ടടിച്ച് വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ആ കൂടിനെ സ്വയം തകർത്തുകൊണ്ട് ആ പൂമ്പാറ്റ പുറത്തേക്ക് വരികയും അത് പറന്ന് ഉയരുകയും ചെയ്തു. എല്ലാവരും കൈയടിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്? സ്വയം കൂട് പൊളിച്ച് പുറത്തു വന്ന പൂമ്പാറ്റ
മുകളിലേക്ക് ഉയർന്നു പോയി. എന്നാൽ ഞാൻ സഹായിച്ച പൂമ്പാറ്റയ്ക്ക് എന്ത് സംഭവിച്ചു? കൂട് പൊളിക്കാൻ വേണ്ടി സഹായിച്ച പൂമ്പാറ്റയ്ക്ക് എന്ത് സംഭവിച്ചു? അത് ചിറക് തളർന്ന് താഴെ വീണുപോയി. അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരെ, ഇത് വലിയൊരു ജീവിത പാഠമാണ് നൽകുന്നത്. പ്രതിസന്ധികളെ നമ്മൾ സ്വയം തരണം ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ചിറകുകൾക്ക് ശക്തി ലഭിക്കുക. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഉയരങ്ങളിലേക്ക് പറക്കുവാനുമുള്ള ശക്തി ലഭിക്കുന്നത് ഇങ്ങനെയാണ്. പ്രതിസന്ധികളിൽ തളർന്നുപോയി ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് നാം ആ പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. നോക്കൂ, പൂമ്പാറ്റ എത്ര മനോഹരമായ ഒരാശയമാണ് കൈമാറിയതല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങളും ഇതുപോലെയാകണേ. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മനക്കരുത്ത് നേടണം. ആ മനക്കരുത്താണ് നിങ്ങളുടെ ജീവിത വിജയത്തിന് നിദാനമാകുന്നത്. എന്നെ ശ്രവിക്കുന്ന എല്ലാ കൂട്ടുകാരും മനക്കരുത്തുള്ളവരായി മാറട്ടെ എന്ന ആശംസയോടെ കഥാമൃതത്തിൻ്റെ 4-ാം ദിവസം പൂർണ്ണമാകുന്നു.